നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും, UDF തകരും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന LDF ക്യാമ്പ് ഇന്നത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ നിരാശരാകുന്നില്ലേ? കോൺഗ്രസിനകത്ത് കലഹങ്ങൾ ഉണ്ടായിട്ടും അത് നിയന്ത്രണ വിധേയമാക്കി. തെരഞ്ഞെടുപ്പിന് മുന്നേ ഐക്യത്തിന്റെ സന്ദേശം നൽകാൻ ശ്രമിക്കുന്നു. ഇത് നേരിട്ട് UDFന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. ഇടതുമുന്നണി കണക്ക് കൂട്ടിയത് കോൺഗ്രസിലെ ഭിന്നതകൾ വൻ പൊട്ടിത്തെറിയിലേക്ക് മാറും, വോട്ടർമാർ അകന്നു നിൽക്കും എന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് പൊട്ടിത്തെറിയില്ല, ചെറിയ പൊട്ടലുകൾ മാത്രം. ഇപ്പോൾ ചോദ്യം മാറുന്നു, ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾ തെറ്റിപ്പോയോ, അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി ശാന്തമായ കൊടുങ്കാറ്റ് മാത്രമോ? ഇതാണല്ലോ ഇപ്പോഴത്തെ കോൺഗ്രസ് രാഷ്ട്രീയം ചുറ്റിപ്പറ്റിയുള്ള യഥാർത്ഥ ചോദ്യം. കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും പോലുള്ള സീനിയർ നേതാക്കൾ എന്തുകൊണ്ടാണ് തുറന്ന വിമർശനങ്ങളിലേക്ക് പോകാതെ നിയന്ത്രിതമായ നിലപാടെടുക്കുന്നത്? കാരണം അവർക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയത്ത് ഐക്യം തന്നെ പ്രധാന ആയുധം. ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് ക്യാമ്പിലെ നിർണായക സിഗ്നൽ. എൽദോസ് കുന്നപ്പിള്ളി, വാഴയ്ക്കൻ, ദീപ്തി മേരി വർഗീസ് ഇവർ എല്ലാവരും അപശബ്ദമില്ലാതെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുന്നത് എന്തു പറയുന്നു? ഇതൊരു സാധാരണ പിന്തുണയല്ല, ഇത് വ്യക്തമായ ഡാമേജ് കൺട്രോളാണ്. പാർട്ടിയിൽ ഒരു സന്ദേശം ക്ലിയറായി. ഇപ്പോൾ പ്രതികരണത്തിന് സമയമല്ല, വിജയത്തിനാണ് സമയം. ഭരണമാറ്റമെന്ന് ജനങ്ങൾ നൽകിയ സന്ദേശം ഏറ്റെടുക്കലാണ്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, കോൺഗ്രസ് ക്യാമ്പ് ട്രാക്കിലായോ? ഏറെ വൈകിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെങ്കിലും വലിയ അപശബ്ദങ്ങളില്ലാതെ കോൺഗ്രസും UDFും മുന്നോട്ട് പോവുകയാണ്. ആദ്യ റൗണ്ടിൽ മുന്നേറ്റം LDFനായിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെയെല്ലാം പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസ് ക്യാമ്പും ഒപ്പത്തിനൊപ്പം വന്നിരിക്കുകയാണ്. ചില പൊട്ടലും ചീറ്റലും ചില മണ്ഡലങ്ങളിൽ ഉണ്ട്. പക്ഷേ മുതിർന്ന നേതാക്കൾ ഇപ്പോഴും പാർട്ടിക്കൊപ്പം എന്ന സന്ദേശം നൽകിക്കഴിഞ്ഞു. VD സതീശൻ സ്ഥാനാർത്ഥി നിർണയത്തെപ്പറ്റി പറയുന്ന കാര്യം ആദ്യം കേൾക്കാം. ഒരു പ്രതികരണം ഉണ്ടായില്ല, ആരുടെയും പ്രതികരണം ഉണ്ടായില്ല. നിങ്ങൾ ഉണ്ടാക്കിയതാണ്. കെ സുധാകരേട്ടൻ പ്രതികരിച്ചോ? വല്ലതും പറഞ്ഞോ? അടൂർ പ്രകാശ് വല്ലതും പറഞ്ഞോ? അടൂർ പ്രകാശ് എന്താ ഇന്നലെ പോസ്റ്റ് ഇട്ടത്? അതേ പോസ്റ്റ് ഇട്ടത് എന്താ? പാർട്ടിയാണെന്ന്. പാർട്ടി അതന്നെ, പാർട്ടിയാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പിൻവലിച്ചാണ് വാർത്ത. പാർട്ടിയാണ്. ഒരാളും കോൺഗ്രസിൽ ഉണ്ടാക്കിയില്ല. ഇതാണ് VD സതീശന്റെ പ്രതികരണം. എൽദോസ് കുന്നപ്പിള്ളിയും വിമത ശബ്ദം ഉണ്ടാവുകയില്ല എന്ന കാര്യം ഉറപ്പ് നൽകിയിരിക്കുന്നു. ദീപ്തി മേരി വർഗീസും അങ്ങനെ തന്നെയാണ്. ജോസഫ് വാഴയ്ക്കൻ തന്റെ 20 ലക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും, ഫ്ലെക്സുകളും പോസ്റ്ററുകളും അടിക്കുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും പാർട്ടിക്കൊപ്പമാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലും സംശയമില്ല. ശ്രീ പണിക്കർ, ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ആയൂർ ബിജു എന്നിവർ ചേരുകയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, കോൺഗ്രസ് ക്യാമ്പ് ട്രാക്കിലായി എന്ന് പൂർണ്ണമായിട്ടും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ സീനിയർ നേതാക്കൾ പാർട്ടിക്കൊപ്പം എന്ന സന്ദേശം നൽകിയതോടുകൂടി LDF ക്യാമ്പ് അധികം ആഘോഷിക്കേണ്ട എന്നല്ലേ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? മഞ്ജുഷ്, ഈ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പൂർണ്ണമായി ആദ്യം പ്രസിദ്ധീകരിക്കാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു UDFനാണെന്ന് തോന്നുന്നു. ഇത്രയും താമസിച്ചിട്ടും രണ്ടാം ലിസ്റ്റ് വരാൻ ഇത്രയും വൈകിയിട്ടും അവർ തന്നെയാണ് ഇപ്പോൾ 140 സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഏക മുന്നണി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ UDFിൻ്റെ രണ്ടാമത്തെ പട്ടിക, കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പട്ടിക വളരെ വൈകിയാണ് വന്നത്. അത് 4 ദിവസം അതിൻ്റെ ചർച്ചകൾ നടന്നു. കെ സുധാകരനാണെങ്കിൽ അദ്ദേഹം ആർക്കും മുഖം കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ അനുയായികളെ കൊണ്ട് മാധ്യമങ്ങൾക്ക് ഓരോ വാർത്തകൾ ചോർത്തിക്കൊടുത്ത് വളരെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തന്നെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് വന്നത്. പക്ഷേ അദ്ദേഹം ഒന്ന് അയഞ്ഞതിന് ശേഷവും ലിസ്റ്റ് വരാൻ പിന്നെയും സമയമെടുത്തു. അവസാനം 6 പേരുകൾ അത് ഒറ്റപ്പേരിലേക്കാക്കാൻ വീണ്ടും സമയമെടുത്തു. ആ 6 പേരുകൾ വന്നപ്പോൾ ജോസഫ് വാഴയ്ക്കിൻ്റെ 20-25 ലക്ഷം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പോയി എന്നൊക്കെയുള്ളത് വസ്തുതയാണ്. പക്ഷേ പിന്നെ അതുകൂടാതെ ഇവിടെ പല സീറ്റുകളിൽ ഇപ്പോൾ സാമുദായിക സന്തുലനമൊന്നും അവർക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മധ്യകേരളത്തിലിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം, ഇപ്പോൾ പെരുമ്പാവൂർ ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥിയെ ആണ് അവർ നിർത്തിയിരിക്കുന്നത്. പെരുമ്പാവൂരാണെങ്കിൽ കത്തോലിക്കർ യാക്കോബായ വിഭാഗത്തെ വെച്ച് നോക്കുമ്പോൾ 5-1 ഉള്ളൂ. ഇടുക്കിയിലാണെങ്കിലോ അവിടെ നേരെ തിരിച്ചാണ്. അവിടെ യാക്കോബായ വിഭാഗം അത്രയേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു യാക്കോബായ വിഭാഗത്തിലെ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. ഇത് ഒരു വലിയ ഒരു വേവ് ഒക്കെ അല്ലെങ്കിൽ വലിയ ഒരു
UDF അനുകൂലമായ ഒരു തരംഗം ഉണ്ടായാൽ ഇതൊന്നും പ്രശ്നമാകില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ അടുത്ത 20 ദിവസത്തിൽ നടക്കുന്ന പലതരം ക്യാമ്പയിൻ മൂർധന്യത്തിലെത്തുമ്പോൾ അത് എങ്ങനെ പ്രതിഫലിക്കും? ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ മുൻപേ തന്നെ കാലേ കൂട്ടി ആർക്ക് വോട്ട് ചെയ്യണം എന്ന് കരുതിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നമ്മളത് കണ്ടതാണ്. അങ്ങനെയുള്ളവർ അവർ മുൻകൂട്ടി തീരുമാനിച്ച ആൾക്കാർക്ക് തന്നെ വോട്ട് ചെയ്യും. പക്ഷേ അവസാനം വരുന്ന സ്വിങ്ങൊക്കെ ഈ ചില സ്ഥാനാർത്ഥികൾക്കും ചില സീറ്റുകളിലുമൊക്കെ പ്രശ്നമാകും. ഇപ്പോൾ UDF എങ്കിൽ പോലും ഒരു 10 സീറ്റുകളിലൊക്കെ അവർക്ക് സ്ഥാനാർത്ഥികൾ തെറ്റിപ്പോയെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുവരാവുന്ന ആ ഒരു രീതിയിലുള്ള മികച്ച സ്ഥാനാർത്ഥികളോ സന്തുലനമോ അവർക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ 10 സീറ്റുകൾ ഒഴിച്ചു നിർത്തിയാൽ പോലും താരതമ്യേന കഴിഞ്ഞ തവണത്തെ വെച്ചും അല്ലെങ്കിൽ 2016 വെച്ചും ഒക്കെ നോക്കിയാൽ മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ്, ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ 14 സീറ്റുകളിൽ എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ ബെസ്റ്റ് പോസിബിൾ അവർക്കുള്ള ആൾക്കാരെയാണല്ലോ അവർക്ക് ഫീൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ വഴിയെ പോകുന്ന ആൾക്കാർ, ഇപ്പോൾ സിനിമാ നടന്മാരെയൊക്കെ, ഇപ്പോൾ പിഷാരടിയൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കാലമായി കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ട്. അല്ലാതെ വഴിയെ പോകുന്ന സിനിമാ നടന്മാരെയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ഈ കിറ്റക് സാബുമൊക്കെ ചെയ്യുന്നത് പോലെ ആരെങ്കിലുമൊക്കെ വരുമോ എന്ന് ചോദിച്ച് സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കുള്ള ആൾക്കാരെയൊക്കെ അവർ പരമാവധി തിരുവനന്തപുരം ജില്ലയിലൊക്കെ അവർ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മികച്ച ഒരു ലിസ്റ്റാണ്. അവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പിന്നെ അവർക്ക് ഈ സേഫ്റ്റി ഡിപ്പോസിറ്റ് പോലെ മുസ്ലിം ലീഗുണ്ട്. അവർക്ക് 80% സ്ട്രൈക്ക് റേറ്റ് മിക്ക തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും അവർക്ക് 27 സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ ഒരു 20 എണ്ണമെങ്കിലും ജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയും താരതമ്യേന ഭേദപ്പെട്ടതാണ്. UDFൽ കോൺഗ്രസിനേക്കാൾ മികച്ച പട്ടിക എന്ന് വേണമെങ്കിൽ പറയാം. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി അപ്പോൾ ട്രാക്കിലായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഈ വിമത ശബ്ദങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ചിലയിടത്ത് വിമതന്മാർ വന്നിട്ടുണ്ട് UDFനെതിരെ. ഇപ്പോൾ പുനലൂരിൽ അങ്ങനെ വന്നിട്ടുണ്ട്, പട്ടാമ്പിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഏതാനും മണ്ഡലങ്ങളിൽ വിമത ശബ്ദങ്ങൾ ഉണ്ട് UDFലും. പക്ഷേ മുതിർന്ന നേതാക്കൾ വലിയ രീതിയിൽ അസ്വാരസ്യം ഉണ്ടാക്കും ഈ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതോടുകൂടി എന്ന രീതിയിലുള്ള ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു LDF ക്യാമ്പിൽ. പക്ഷേ അത് അസ്ഥാനത്തായിട്ടില്ലേ? ജയിച്ചേ പറ്റൂ, ഇത്തവണ ഭരണം മാറണം എന്നുള്ളൊരു സന്ദേശം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ നേതാക്കൾ തമ്മിലടിച്ച് കളയരുത്, അങ്ങനെ ഒരു രീതിയിലേക്ക് കോൺഗ്രസ് ക്യാമ്പ് എത്തിയിട്ടില്ലേ? 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആവോളം അനുഭവിച്ചവരാണ് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളും മിഡിൽ റേഞ്ചിലുള്ള നേതാക്കളും താഴെത്തട്ടിലുള്ളവരും. അതുകൊണ്ട് വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത് എന്ന ആത്യന്തിക പ്രമാണം അത് ശരിവെക്കുന്ന രീതിയിലാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മയപ്പെട്ടതെന്ന് കരുതാം. നോക്കൂ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പതിറ്റാണ്ട് മുൻപ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ അറമ്പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പ്രസ്ഥാനത്തിൻ്റെ മാർത്തട്ടോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ബലമുള്ളൂ. അത് ബക്കറ്റിൽ കോരിവെച്ച വെള്ളം എന്ന രീതിയിൽ VS അച്യുതാനന്ദനെക്കുറിച്ച് അന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളുടെ സ്പിരിറ്റാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ വൈകിയെങ്കിലും മനസ്സിലാക്കിയത്. കെ സുധാകരൻ അത് മനസ്സിലാക്കി എന്ന് കരുതണം. കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പിണറായി വിരുദ്ധത, CPM വിരുദ്ധത, ഭരണവിരുദ്ധത, അതിനൊരു മാൻഡേറ്റ് ഉണ്ട്, അതിനൊരു വോട്ടുണ്ട്, അതിനൊരു ഫോളോയിങ് ഉണ്ട്. അതിൻ്റെ പ്രോഡക്റ്റാണ് കെ സുധാകരൻ. അല്ലാതെ സുധാകരൻ എന്ന വ്യക്തിക്ക് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് മറ്റ് ഇടങ്ങളിലും സംഭവിക്കുന്നത്. അതുകൊണ്ടൊരു റിബൽ ശല്യം എക്കാലത്തേക്കാൾ കുറവാണ്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ഒരു 3-4 തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് UDF എല്ലാവരെയും വിസ്മയിപ്പിച്ചത്. പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണ്ണയം എന്നൊക്കെ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ 4-5 ഉപതെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ രീതിയിലുള്ള വേഗത്തിലാണ് UDFന് സ്ഥാനാർത്ഥികൾ വന്നത്, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വന്നത്. പക്ഷേ അതിൽ നിന്നും ലേശം വിഭിന്നമായി മുൻകാലങ്ങളിലെ ഒരുതരം ആഴക്കുഴമ്പൻ നിലപാടുകൾ അത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പഴയ DNA അതിപ്പോഴും വിട്ടുപോയിട്ടില്ല. കോൺഗ്രസിൻ്റെ ജനിതക അങ്ങനെയാണ്. അവസാന നിമിഷം മാത്രമേ എല്ലാം ഫിക്സ് ചെയ്യൂ. പക്ഷേ ഇത് രജനി സ്റ്റൈൽ പറഞ്ഞാൽ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേൻ എന്ന് പറഞ്ഞതുപോലെ ഇച്ചിരി സ്വല്പം ലേറ്റായാലും അവസാനം ഒപ്പിച്ചെടുത്തു എന്ന് പറയാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ തട്ടിക്കൂട്ടി എടുത്തു. അവിടെ ഒരു കൺസോളിഡേഷൻ വരുന്നു. ഇവിടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ശ്രീ മഞ്ജുഷ്, കഴിഞ്ഞ ദിവസം ഇതേ സമയത്ത് ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് യാതൊരു ഊഹവുമില്ല കെ സുധാകരൻ എന്താണ് സംഭവിക്കുന്നത്. ലിസ്റ്റ് വന്നിട്ടില്ല, രാത്രിയിലാണല്ലോ ലിസ്റ്റ് വരുന്നത്, കഴിഞ്ഞ രാത്രിയിലാണ് ലിസ്റ്റ് വരുന്നത്. അതിനുശേഷം
പെട്ടെന്നുണ്ടായ ഒരു ഉണർവ്, പെട്ടെന്നുണ്ടായ അത്ഭുതകരമായ രീതിയിലൊരു അഡ്ഹസീവ് എഫക്റ്റ് ഉണ്ടാകുകയാണ് കോൺഗ്രസിൽ. ഇത് ആവശ്യമായിരുന്നു എന്ന് കരുതുന്നവരാണ് പലരും. കാരണം ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറെ കാര്യങ്ങൾ തെളിയിക്കാനുണ്ടായിരുന്നു. കാരണം ഹൈക്കമാൻഡിൻ്റെ പിടി കംപ്ലീറ്റ്ലി ആയിരുന്നു. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടായി ഉറഞ്ഞു തുള്ളുകയാണ്. അങ്ങനെയെങ്കിൽ മന്ത്രിസഭ ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസ് പാർട്ടിക്കും UDF ഭൂരിപക്ഷം ലഭിച്ചാൽ എങ്ങനെയാണ് മന്ത്രിസഭ ഉണ്ടാക്കുക? അത് വലിയൊരു കീറാമുട്ടിയായി വരും. സാധാരണ ജനം, വലിയ രാഷ്ട്രീയമൊന്നുമില്ലാത്ത സാധാരണ വോട്ടർമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവരിങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതൊക്കെയാണ്, ഓരോരുത്തർക്കും മന്ത്രിയാകണം, MP മാർക്കെല്ലാം ഇവിടെ മത്സരിക്കണം. അങ്ങനെയെങ്കിൽ ഇവരെങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക, മന്ത്രിസഭ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യമായ ചോദ്യങ്ങൾക്ക് മറുപടി ഇനി പറയേണ്ടതില്ല. ഹൈക്കമാൻഡ് ചാട്ടവാർ റോങ്ങിയാൽ എല്ലാ കോൺഗ്രസ്സുകാരും സ്വല്പം മാറി നിൽക്കുന്നവരും അനുസരിക്കും എന്ന പ്രതീതി. ഇതൊരു 20 ദിവസം ഇതേപോലെ കൊണ്ടുപോകുക. 21 ദിവസമാണ് ഇനി പരമാവധി ഉള്ളത്. അതാണ് കോൺഗ്രസിൻ്റെ അവസാനത്തെ പ്രതീക്ഷ. അതുകൊണ്ട് പൊട്ടലും ചീറ്റലും ഉണ്ടാകും, ചെറിയ വിമത ശല്യങ്ങൾ ഉണ്ടാകും, പക്ഷേ വൻ വലിയ വിമത ഒരു ശല്യങ്ങൾ ഭൂകമ്പമായി മാറിയിട്ടില്ല. ശ്രീ പണിക്കർ ഇങ്ങനെ തന്നെയല്ലേ? അതേസമയം LDF ക്യാമ്പിൽ കണ്ണൂരിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. അവിടെ വിമതർ തന്നെയാണ്. അത് പാർട്ടിയിൽ പ്രധാന പദവികളിൽ ഇരുന്നവർ തന്നെയാണ്. പിന്നെ അമ്പലപ്പുഴയിൽ G സുധാകരനും അങ്ങനെ തന്നെയാണ്. ഒറ്റപ്പാലത്ത് PK ശശിയും അതേപടി തന്നെ നിൽക്കുന്നുണ്ട്. അതായത് 4 സ്വതന്ത്രർ അവർ UDF മുതൽക്കൂട്ടാകുമെന്ന് VD സതീശനും പറഞ്ഞു കഴിഞ്ഞു. അവരെ പിന്തുണയ്ക്കുകയും ചെയ്യും UDF. അതിലും സംശയമില്ല. കാര്യങ്ങളെല്ലാം വ്യക്തമായി കഴിഞ്ഞു, ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അസ്വാരസ്യം കൂടുതൽ എന്ന് പറയുന്നത് LDF-ലായി മാറിയിട്ടില്ലേ? ഈ കോൺഗ്രസിലെ ഈ പറയുന്ന ചെറിയ പൊട്ടലും ചീറ്റലും അത് സ്ഥാനാർത്ഥികളുടെ വിജയത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ ആകുമോ? കോൺഗ്രസിലെ പൊട്ടലും ചീറ്റലും ഒക്കെ തൽക്കാലത്തേക്ക് സർഫസിൽ അതില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. കാരണം അതിന് അങ്ങനെ ആർക്കെങ്കിലും ഇനി ബഹളം ഉണ്ടാക്കുന്നതിനോ പ്രതിഷേധിക്കുന്നതിനോ ഉള്ള സമയം ഇനിയില്ല. കാരണം പ്രതിഷേധിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും എല്ലാം സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. തന്നെയല്ല, ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അധികം സമയം അവശേഷിക്കുന്നുമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും K സുധാകരന് പോലും സീറ്റ് നൽകുന്നില്ല എന്നുള്ള ഒരു കാര്യം വരികയും കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു യാർഡ് സ്റ്റിക്ക് ഉണ്ട്, MP-മാരും തന്നെ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലത്തേക്ക്, അതിൽ ഉറച്ചു നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം അവരുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ K സുധാകരന് രക്ഷയില്ല എങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഇനി രക്ഷയില്ല എന്ന രീതിയിലത്തേക്ക് തന്നെയാണ് വരിക. അപ്പോൾ ഓരോരുത്തരുടെ കാര്യത്തിലും എടുത്തിരിക്കുന്ന മാനദണ്ഡം അത്രത്തോളം കാർക്കശ്യമുള്ളതാണ്. അതിപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ പേരിലാണെങ്കിലും ഇനി സീറ്റ് കിട്ടാത്ത സ്ഥാനമോഹികളായിരുന്ന നിരവധി പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിലാണെങ്കിലും ഒരു തരത്തിലുള്ള പുനർവിചിന്തനവും ഇനി ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിനെ കുറിച്ച് തർക്കമില്ല. തന്നെയല്ല, ചില സ്ഥാനങ്ങളിൽ ചില സീറ്റുകളിലൊക്കെ തന്നെ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളെ ചൊല്ലി അത് അവിടെ തന്നെ ഉണ്ട് പ്രാദേശികമായിട്ടുള്ള ചില തർക്കങ്ങളും സ്വീകാര്യത ഇല്ലാത്ത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനി സമയം പോലും അവശേഷിക്കുന്നില്ല അവർക്ക് പ്രതിഷേധിക്കാനെന്നുള്ള ഒരു വസ്തുതയുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം കണ്ണൂരിൽ ശ്രീ K സുധാകരൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൻമരം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദം അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുമോ? നമ്മളിപ്പോൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ മാത്രമാണോ, അതോ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പിന്തുണ ഇവിടെ ഉണ്ടാകുമോ, അതില്ലാതെ ഇരിക്കുമോ? ഈ കാര്യമൊന്നും തന്നെ നമുക്കറിയില്ല. കാരണം ശ്രീ K സുധാകരൻ കഴിഞ്ഞ ദിവസം വരെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഹൈക്കമാൻഡിനെ അവരുടെ തീരുമാനത്തിനെ അനുസരിക്കാനുള്ള ഒരു താല്പര്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. വളരെ അസന്നിഗ്ധമായിട്ടാണ് അദ്ദേഹം താൻ മത്സരിക്കും എന്ന് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴും താൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ കോൺഗ്രസിന്റെ സിംഹമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് മുറിവേറ്റ സിംഹമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഉണ്ടാവുക, അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ആൾക്കാരുടെ തീരുമാനം എന്താണ്, ഇതൊന്നും തന്നെ നമുക്കറിയില്ല. കാരണം പാർട്ടി കോൺഗ്രസ് ആണ്, CPM അല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം കൂടെയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് കുറവാണ്. ഇപ്പോൾ തളിപ്പറമ്പ് പോലെയുള്ള ചില മണ്ഡലങ്ങളിൽ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ടോ റിക്കൺസിലിയേഷന് വേണ്ടിയിട്ടോ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ G സുധാകരൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മുടെ TK ഗോവിന്ദൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അവിടെ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും സ്കോപ്പില്ല. PK ശശിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അതൊക്കെ ആദ്യമേ തന്നെ അവർ വിട്ട കേസാണ്. അപ്പോൾ ആദ്യം അതിനെ റിക്കൺസൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ശ്രമിച്ച സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അത് എല്ലാം കഴിഞ്ഞു അവർ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള തീരുമാനമെടുക്കുന്നു. ആ സമയത്ത് പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളത് ഒരുപക്ഷെ വലിയൊരു കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളല്ലാതിരുന്ന ചില മണ്ഡലങ്ങളിലെ പോലും മത്സരങ്ങളെ കൂടുതൽ താല്പര്യം പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന്, രാഷ്ട്രീയ നിരീക്ഷകരിൽ ഉണ്ടാക്കുന്നതിനൊക്കെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വഴി തെളിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ കുറേയധികം സിനിമാ താരങ്ങളെ എല്ലാ പാർട്ടിക്കാരും
അവിടെ കൊണ്ടുവരുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ ഇപ്പോൾ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് നടൻ ശ്രീ സുധീർ കരമന വരും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചില സീറ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആരെ വയ്ക്കും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ചില തർക്കങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ അവിടെ ഉണ്ട് എന്നിരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞത് ശ്രീ മഞ്ജുഷ പറഞ്ഞത് തന്നെയാണ്. കാരണം സർഫസിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഒരുപക്ഷെ വിസ്മയം തീർക്കുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ ശ്രീ കെ സുധാകരൻ സ്വതന്ത്രനായി അവിടെ മത്സരിക്കുമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണയോടുകൂടി കണ്ണൂരിൽ മത്സരിക്കുമായിരുന്നെങ്കിൽ ഈ വിസ്മയത്തിനെ എല്ലാം തന്നെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള കൗണ്ടർ പ്രൊഡക്റ്റീവ് ശരിയാണ്. അങ്ങനെ ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു കാര്യവും വന്നില്ല. അങ്ങനെ വരുമ്പോൾ ശ്രീ ആയൂർ ബിജു വിസ്മയം സംഭവിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞ് ശരിയായെന്ന് തന്നെ വന്നിരിക്കുകയാണ്. 4 വിസ്മയങ്ങളെങ്കിലും അദ്ദേഹത്തിന് എടുത്തു പറയാനായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നേരത്തെ പരിഹസിച്ചത് വെറുതെ ആയിപ്പോയി. അല്ല, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വിസ്മയം വനവാസമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണയും പറഞ്ഞു. അതാണ് ഞാൻ ഈ ചർച്ചയിൽ ന്യൂസ് 18-ൻ്റെ ചർച്ചയിൽ മഞ്ജുഷിനോടൊപ്പം നിങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം സംവദിക്കുകയാണ്. 100 സീറ്റില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് ഓരോ ദിവസവും പറയുന്ന വി.ഡി. സതീശനെ വനവാസത്തിലേക്ക് വിടുവാൻ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 140 സീറ്റുകളിലും കൃത്യതയോടെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആപ്റ്റായിട്ട് ഉള്ളത് ആരാണ്? ഒരുപക്ഷെ പാർട്ടി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ പൊതുസ്വതന്ത്രൻ, അല്ലെങ്കിൽ കലാകാരന്മാർ, അങ്ങനെ അവരെയൊക്കെയും ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആശങ്കയുമില്ല. LDF അല്ലെങ്കിൽ മറ്റാര് എന്ന് ഞങ്ങൾ പണ്ട് ചോദിച്ചതുപോലെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പണ്ട് പറഞ്ഞതുപോലെ ഇപ്പോഴും ഞങ്ങൾ മറ്റാരുണ്ട് LDF അല്ലാതെ. സീറ്റുകൾ എന്ന് പറയുമ്പോൾ ചില പേയ്മെന്റ് സീറ്റുകളുമുണ്ട്. അല്ല, പേയ്മെൻറ്റ് ഒരു കാരണവശാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മഞ്ജുഷിന് നിങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു പേയ്മെൻറ്റ് സീറ്റിനെ കുറിച്ച് പറയാമെങ്കിൽ ഞാൻ താങ്കൾക്ക് വഴങ്ങിത്തരാം. ഒരു സീറ്റ് ഇത് പേയ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ 3 സീറ്റ് ചാലക്കുടി, പെരുമ്പാവൂർ, ഇതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ഒരിക്കലുമല്ല. ചാലക്കുടിയും പെരുമ്പാവൂരും അല്ലെങ്കിൽ പിറവും ഒക്കെ ആയിരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത്. കേരള കോൺഗ്രസ് താങ്കൾ ഇങ്ങോട്ട് അതെ അല്ല, താങ്കൾ ഉദ്ദേശിച്ചത് തന്നെയാണ് 3 സീറ്റ്. ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണ്, മാണി ഗ്രൂപ്പിൽ പെടുന്ന ഒരാളാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനൊരു കീഴ്വഴക്കം ഇതേവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പേയ്മെൻറ്റ് സീറ്റും ഞങ്ങൾക്കില്ല. ഇനി നോക്കൂ, താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞു തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി. തകർക്കും തകർന്നു കഴിഞ്ഞെന്നേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മഞ്ജുഷേ. പുല്ലൂർ മണ്ഡലത്തിൽ, കൊല്ലം ജില്ലയിലെ പുല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇന്ന്, ഒരു വിമതൻ അവിടുന്ന് പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ പറയുന്നില്ല. അതൊരു എൽദോസ് കുന്നംപള്ളി, അദ്ദേഹം പ്രകടനം നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ അല്ലല്ല, ഞാൻ വരാം. ജോസഫ് വാഴക്കൻ്റെ ഒരു കഥ നിങ്ങൾ തന്നെ പറഞ്ഞു. ജോസഫ് വാഴക്കൻ 20 ലക്ഷം രൂപയുടെ ഫ്ലെക്സ് അടിച്ചു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചിലവ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ഞങ്ങൾ കോടതിയെ സമീപിക്കും. 20 ലക്ഷം രൂപ ആകെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ ചിലവാക്കപ്പെടുന്നത് 40 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപ ഇന്ന് മുടക്കിയെന്ന് അദ്ദേഹത്തിൻ്റെ സോഴ്സ് അദ്ദേഹം കാണിക്കേണ്ടി വരും. അതൊരു വലിയൊരു തെറ്റാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ചടയമംഗലം മണ്ഡലം MM നസീർ എന്ന് പറയുന്ന ഒരു ആളിന് കൊടുത്തു. അവിടെ INTUC പ്രസിഡന്റ് അദ്ദേഹം മത്സരിക്കാൻ അവിടെ സജ്ജമായിട്ട് നിൽക്കുകയാണ്. INTUC എതിര് പ്രകടിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി പുനലൂർ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് കൊടുത്തതുകൊണ്ടാണ് അവിടെ വിഷയം നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർ ഒറ്റ തീരുമാനം എടുക്കണം. ഒരു ഏകകക്ഷി ഭരണം, അല്ലെങ്കിൽ ഏകകക്ഷി മുന്നണി പിരിച്ചുവിട്ടെ. കേരളത്തിൽ ഞങ്ങൾ മുന്നണി ഒറ്റ ആരും വേണ്ട. അങ്ങോട്ട് പോയി ചെല്ലുമ്പോൾ ലീഗിന് എതിർപ്പൊന്നുമില്ലായിരുന്നു. 27 സീറ്റ് അവർ സമ്മതം പ്രകടിപ്പിച്ചതാണ്. അതാണ് PJ ജോസഫിന്റെ 2 സീറ്റുകൾ എടുക്കുന്നതിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മുന്നണിയിൽ തർക്കമൊന്നുമില്ല. അല്ല, മുന്നണി തർക്കമില്ലെങ്കിലും പാർട്ടിക്കാർ, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്കാര്, പുനലൂരിലെ മുനിസിപ്പൽ കൗൺസിലറാണ്, ഉപാധ്യക്ഷനല്ല, പ്രതിപക്ഷ നേതാവാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത്. നടപടി എടുത്തിട്ടില്ല ഇതേവരെ. കോൺഗ്രസ് തയ്യാറുണ്ടോ? കോൺഗ്രസ് ഇനി താങ്കൾ പറഞ്ഞു ഇവിടെ ആരൊക്കെയോ ലൈനിൽ വന്നുവെന്ന്. ആരാണ്? കെ സുധാകരൻ അടങ്ങിയിരിക്കുമോ? ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ ഇദ്ദേഹം പറയുണ്ടായ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു മുറിവേറ്റ സിംഹത്തിൻ്റെ അവസ്ഥ അറിയാമോ? മുറിവേറ്റ സിംഹം എന്തു ചെയ്യും? തൽക്കാലം മുറിവ് ഉണങ്ങുന്നവരെ നിൽക്കും. അത് കഴിയുമ്പോൾ അവൻ വീണ്ടും അവൻ്റെ പഴയ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊന്നും ശുഭകരമല്ലെന്നേ. ഇവിടെ എവിടെയാണ് ശുഭകരം? ഇനി ഞാൻ മറ്റു കാര്യം ചോദിക്കാം. ജോസഫ് വാഴക്കനും ദീപ്തിയും ഒക്കെ
അടങ്ങിയിരിക്കുമോ? കെ സുധാകരൻ അടങ്ങിയിരിക്കുമോ? കെ സുധാകരൻ ഫാക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. നടക്കാൻ വയ്യ, എണ്ണിച്ച് നിൽക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ വിഷ്വൽസൊക്കെ കണ്ടാൽ അറിയാം, പിടിച്ചുകൊണ്ട് പോകണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അൽഷിമേഴ്സ് ബാധിതനാണ്. ആ ഒരാളാണ് ഇനി ഞാൻ കോൺഗ്രസിനെ നയിക്കും. അദ്ദേഹം ഊർജ്ജസ്വലനായിട്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന് ടി.ഒ. മോഹനെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ അനാരോഗ്യമുണ്ട്, പക്ഷെ അതൊക്കെ വകവയ്ക്കാതെ തന്നെയാണ് അദ്ദേഹം സജീവമായി നിൽക്കുന്നത്. അദ്ദേഹത്തെ ആ രീതിയിൽ താങ്കൾ ആക്ഷേപിക്കേണ്ട. അദ്ദേഹം പറഞ്ഞു. ആനന്ദ് കൊച്ചുകൂടി ഇവിടെ ആയൂർ ബിജു പറഞ്ഞ പോലെ ഈ മണ്ഡലങ്ങൾ, ഈ പുനലൂര്, അതുപോലെ തന്നെ ചടയമംഗലം, ഇതൊക്കെ വിമത ശബ്ദമുണ്ട്. പക്ഷേ എന്ന് വെച്ച് അതൊരു വലിയൊരു ഫാക്ടറായിട്ട് മാറുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ കോൺഗ്രസിനും UDF-നും എതിരായിട്ട്? അല്ല, ഈ പുനലൂരൊക്കെ ലീഗിന് സീറ്റ് കൊടുക്കുന്നത് തന്നെ ഒരു വലിയ അപരാധമാണ്. ഇപ്പോൾ ലീഗ് എന്ന് പറയുന്നതും കോൺഗ്രസ് എന്ന് പറയുന്നതും രണ്ട് പ്രത്യേക സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മലബാറിൽ ഈ രണ്ട് സീറ്റുകളും UDF പ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകളും അല്ല. അല്ലെങ്കിൽ അവിടെ ചില ജില്ലകളിൽ അല്ല, പുനലൂര് കോൺഗ്രസ് നിന്നാൽ ആ സീറ്റിൽ അതൊരു ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിന് ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് ആണ് 87 വരെ കൂടുതൽ ജയിച്ചിട്ടുള്ളതും. അവിടെ കേരള കോൺഗ്രസ്സുകാർ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സീറ്റിനായിട്ട് തിരുവനന്തപുരത്ത് അലഞ്ഞു നടക്കുന്ന സുരേന്ദ്രൻ പിള്ള അന്ന് 84 ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 3 തവണ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സാം ഉമ്മൻ മരിച്ചതിന് ശേഷം അവിടെ MLA ആയിരുന്നിട്ടുണ്ട്. പുനലൂർ മധു ആണ് എനിക്ക് തോന്നുന്നു അവസാനം അവിടെ UDF-ൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ MLA ആയിരുന്നത്. ഇപ്പോഴും അവിടെ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നാൽ ജയിക്കാൻ പറ്റും. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഈ മുന്നണിയുടെ ഒരു ചട്ടക്കൂടിൽ ലീഗിന് അവരുടെ പാർട്ടി വളർത്തണം. അവരുടെ പാർട്ടി പണ്ട് തിരുവിതാംകൂർ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കായംകുളത്തുള്ള ഷെയ്ഖ് പി ഹാരിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ മറ്റേ PK കുഞ്ഞ് 67-ലെ EMS മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു, സോഷ്യലിസ്റ്റ് നേതാവ്. അദ്ദേഹമായിരുന്നു ഈ തിരുവിതാംകൂർ മുസ്ലിം ലീഗിൻ്റെ നേതാവ്. തിരുവിതാംകൂർ കൊച്ചി ആ ഒരു രൂപീകരണത്തിന് ശേഷം അദ്ദേഹം ആ പാർട്ടി തന്നെ പിരിച്ചുവിട്ട് അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ മലബാറിൽ മാത്രം ഉള്ള മുസ്ലിം ലീഗ്, അല്ലെങ്കിൽ മലബാറിൽ കോൺഗ്രസിനോട് കിടപിടിക്കുന്ന ലീഗിനോട് CPM-നോട് കിടപിടിക്കുന്ന ആ മുസ്ലിം ലീഗ്, അവർക്ക് ഈ മധ്യ കേരളത്തിലും തിരുവിതാംകൂർ ഭാഗത്തുമൊക്കെ അവർക്ക് പാർട്ടി വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരിങ്ങോട്ട് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് പിടിച്ചു വാങ്ങിക്കുന്നു. അവർ പറയുന്നത് അവിടെ മലബാറിൽ കോൺഗ്രസിന് ശക്തിയില്ലാത്തടുത്ത് ഞങ്ങളാണ് ജയിപ്പിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് വേണം, അതുകൊണ്ട് കളമശ്ശേരിയിൽ സീറ്റ് കൊടുക്കേണ്ടി വരുന്നു. 50% കൂടുതൽ മുസ്ലിങ്ങളുള്ള ഗുരുവായൂർ മണ്ഡലത്തിൽ അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ നിന്നാൽ ജയിക്കും. പക്ഷേ 50% മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ ലീഗിന് ജയിക്കാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ അകത്ത് വിരോധാഭാസം. അതാണ് ഞാൻ പറയുന്നത്, ഇത് മുസ്ലിങ്ങളോ ഹിന്ദുക്കളുടെയോ കാര്യമല്ല. ഓരോ പാർട്ടിയുടെ ഒരു ജനിതക സ്വഭാവമുണ്ടല്ലോ. അവർക്ക് മലബാറിലേ ജയിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഗുരുവായൂർ ലീഗ് ഇതിനു മുമ്പ് ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി, പക്ഷേ അവിടെ CPM ഇപ്പോൾ അവർക്ക് അനുകൂലമാക്കി എടുക്കുകയും പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുകയും ചെയ്തു. പിന്നെ അവിടെ BJP-യും കുറച്ചൊക്കെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. നവ്യ ഹരിദാസ് അവിടെ 17% സീറ്റ് വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ പുനലൂർ പോലെയുള്ള എക്സെപ്ഷൻസ് അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് മൊത്തത്തിലുള്ള ഒരു പിക്ചറാണ്. മൊത്തത്തിലുള്ള പിക്ചർ എന്ന് നോക്കുമ്പോൾ ഇപ്പോൾ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഈ സീറ്റുകളുടെയൊക്കെ മൊത്തത്തിലുള്ള ഒരു നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. കാരണം അവിടെ ഇവിടെയൊക്കെ റെബൽസ് ഉണ്ടാകാം. ഇപ്പോൾ തളിപ്പറമ്പ് അല്ലെങ്കിൽ പയ്യന്നൂർ പോലുള്ള സീറ്റുകളിലൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ റിബലുകളായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ അവിടെയൊക്കെ ശരിക്കും കോൺഗ്രസിന് ജയിക്കാൻ ഒരു സാധ്യത ഇല്ലാത്ത സീറ്റുകളാണ്. അവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണ്, ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർ ജയിച്ചാലും തോറ്റാലും അത് കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളല്ല. ഇപ്പോൾ കോൺഗ്രസിന് ജയിക്കാവുന്ന ഇതിൻ്റെ അകത്തൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലീഗിന് മലബാറിലുള്ള സ്ട്രൈക്ക് റേറ്റ്, അവർക്ക് 27 സീറ്റിൽ മത്സരിച്ചാൽ അവർക്ക് 20 സീറ്റിൽ ജയിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് CPM-ൻ്റെ ഒപ്പം സീറ്റ് ജയിക്കാതെ തന്നെ കേരളത്തിൽ ഇലക്ഷൻ ജയിക്കാൻ പറ്റും അവർക്ക്. ഇപ്പോൾ CPM-ന് അവർക്കൊരു 75% സീറ്റുകളിൽ ജയിച്ചാലാണ് അവർ അധികാരത്തിൽ വരുന്നത്, CPM-ഉം CPI-യും. പക്ഷേ കോൺഗ്രസിന് 50% സീറ്റ്, അവർ മത്സരിക്കുന്നതിൽ 50% സീറ്റിൽ ജയിച്ചാൽ പോലും അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു വിരോധാഭാസം. അതുകൊണ്ട് അവർ
ഈ ഇതുപോലെയുള്ള പാരവെപ്പുകളും ഇതുപോലെ കസേരകളിയും അവസാന നിമിഷം വരെയുള്ള ഇതുപോലെയുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായാൽ പോലും അവർക്ക് ഇങ്ങനെ 5 വർഷം കൂടുമ്പോൾ ജയിക്കാൻ ശരി, എൽ ഡി എഫിലെ ഈ പറ്റും. പേയ്മെന്റ് സീറ്റിനെ കുറിച്ച് ഇവിടെ ശ്രീ ആയൂർ ബിജു പറഞ്ഞു അങ്ങനെ പേയ്മെന്റ് സീറ്റുകൾ ഇല്ല എന്ന്. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ 3 സീറ്റുകൾ പേയ്മെന്റ് സീറ്റാണ്. ആ ഒരു വിമർശനം ഉള്ളത് തന്നെയല്ലേ? അല്ല, അത് യു ഡി എഫിലും എൽ ഡി എഫിലും എൻ ഡി എയിലും ഒക്കെ നമുക്ക് അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാം. ഇപ്പോൾ പൂഞ്ഞാറിൽ യു ഡി എഫിനൊരു സ്ഥാനാർത്ഥിയെ അവതരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ആരാണ് എന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായില്ല. കാരണം ഈ അവിടെയൊക്കെയുള്ള കോൺഗ്രസ് നേതാക്കളെയൊക്കെ അത്യാവശ്യം, കേരള കോൺഗ്രസ് നേതാക്കളെയൊക്കെ അത്യാവശ്യം എനിക്കറിയാം. അപ്പോൾ ഇദ്ദേഹം ആരാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ആൻ്റണി നിർദ്ദേശിച്ച ഒരു ബിസിനസ്സുകാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹം എവിടെ നിന്ന് വന്നു, പെട്ടെന്ന് എവിടെ നിന്ന് ആണ് അങ്ങനെ അദ്ദേഹം വന്നത്? ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ ആൻ്റണി വേറൊരു ബിസിനസ്സുകാരനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചിരുന്നു. ഇതെല്ലാം കെ സി വേണുഗോപാൽ ഇതിൻ്റെ ഒരാളെ വെട്ടി ഒരാളെ എടുത്തു. കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥി ഒരു റിസോർട്ട് മുതലാളി, അദ്ദേഹം എങ്ങനെ, അത് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ സീറ്റാണ്, അദ്ദേഹം എങ്ങനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായത്? അദ്ദേഹം NCPയിൽ പോയി അവിടെ LDF വഴി സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കാൻ നോക്കി. അത് നടക്കാതെ വന്നപ്പോൾ UDF കേരള കോൺഗ്രസ് ജോസഫിൽ ചേക്കേറിയിട്ട് ആ സീറ്റ് തന്നെ അദ്ദേഹം വാങ്ങിച്ചെടുത്തു. പണ്ട് കുവൈറ്റ് ചാണ്ടി അവിടെ ജയിച്ചതുപോലെ ജയിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള പേയ്മെൻറ്റ് സീറ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിയുടെ കാര്യത്തിലും ഈ കിറ്റക് സാബുവിൻ്റെ പാർട്ടിയുടെ കാര്യത്തിലും ഒക്കെ ഇതുപോലെയുള്ള വിചിത്രമായ പല കാര്യങ്ങളുമുണ്ട്. ഇത് പണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം, ഇങ്ങനെ പേയ്മെൻറ്റ് സീറ്റുകൾ, അല്ലെങ്കിൽ കേരളത്തിലും ഇതിനു മുമ്പ് CPIയിലും ഒക്കെ ഇങ്ങനെ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ചുകൂടി വ്യാപകമായി എന്ന് പറയേണ്ടി വരും. ശരി, ശ്രീ മോഹൻ വർഗീസ്, പേയ്മെന്റ് സീറ്റുകൾ കൂടുന്നുണ്ടോ ഇത്തവണ? ഈ നേരത്തെ പറഞ്ഞ 3 സീറ്റുകൾ, ആയൂർ ബിജു പറഞ്ഞ കാര്യങ്ങൾ, പെരുമ്പാവൂരും പിറവവും അതുപോലെ തന്നെ ചാലക്കുടിയും, ഇതിനെപ്പറ്റി ഇത്തരത്തിൽ പേയ്മെന്റ് ആരോപണങ്ങൾ വരുന്നുണ്ട്. അല്ല, ഇപ്പം പൂഞ്ഞാറുണ്ട്, കുട്ടനാട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ശരി മഞ്ജുഷ്, നമ്മൾ പേയ്മെന്റ് സീറ്റ് എന്നുള്ള പദപ്രയോഗത്തെ കുറച്ചുകൂടെ ഒന്ന് മയപ്പെടുത്തി വിഭവ സമാഹരണം പരമാവധി നേടിയെടുക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരെ ഉപയോഗിക്കുക. അവരുടെ മണ്ഡലങ്ങളിലും ബാക്കിയുള്ള പണം മറ്റ് മണ്ഡലങ്ങളിൽ ഉപയോഗിക്കാം എന്ന ഒരു ലളിത ചിന്ത. സീറ്റ് പോയാലും കുഴപ്പമില്ല എന്ന് അല്ലേ? സീറ്റ് പോയാലൊന്നും കുഴപ്പമില്ല. ഈ തോൽക്കുന്ന സീറ്റല്ലേ ഈ പേയ്മെന്റ് സീറ്റ് എന്ന് പറയുന്ന മത്സരിക്കുന്ന മിക്കതും. അത് മാണി ഗ്രൂപ്പ് ആണെങ്കിലും ജോസഫ് ഗ്രൂപ്പ് ആണെങ്കിലും പേയ്മെന്റ് സീറ്റ് എന്ന ഗണത്തിൽപ്പെടുന്ന സീറ്റുകൾ എണ്ണി പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ട് എന്നത് കേവലം ഒരു വനത്തിൽ ഫാൻറ്റം ഉണ്ട് എന്ന് പറയുന്നത് പോലൊന്നുമല്ല. അതുണ്ട്. പക്ഷേ അത് ഏത് രൂപത്തിലാണ് പേയ്മെൻ്റ് ആകുന്നത്, ആരാണ് സ്വന്തം വിഭവമാണോ പുറത്തിറക്കുന്നത്, അതോ അതിനുവേണ്ടി മറ്റാരെങ്കിലും സ്പോൺസേഴ്സ് ഉണ്ടോ, ഇതൊക്കെ വളരെ ഗോപ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഏറ്റവും അനാരോഗ്യപരമായ കാര്യമാണ് ഏത് പാർട്ടികൾക്ക്, അതും കോൺഗ്രസ് പാർട്ടിക്കും CPMനും ഒന്നും പേയ്മെൻറ്റ് സീറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇത് വരുന്നത് ഘടകകക്ഷികൾ, അത് ചെറിയ ഘടകകക്ഷികൾ, കേരള കോൺഗ്രസുകൾ പോലെയുള്ള ഘടകകക്ഷികളെ ചില ആളുകളെങ്കിലും, എല്ലാമല്ല ചില സീറ്റുകളിൽ, നിർണായക സീറ്റുകളിൽ പണം ഒരു ഫാക്ടറാണ്. ഏറെ പണം ഒഴുക്കി മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താനാവൂ. പാർട്ടികൾ ആ മണ്ഡലങ്ങളിലേക്ക് കാര്യമായ തുക വകയിരുത്തില്ല, ചിലവാക്കില്ല. അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥി സ്വന്തം കയ്യിൽ നിന്നും പണമെടുക്കണം. പലരെ സംബന്ധിച്ചിടത്തോളം ഈ പേരൊന്ന് ഫ്ലോട്ട് ചെയ്താൽ മതിയാകും. കേരള സമൂഹത്തിൽ എൻ്റെ പേരും കൂടി ഒന്ന് സംസാരിക്കണം എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് മത്സരിച്ചു, ഒരു നിയമസഭാ സീറ്റിൽ മത്സരിച്ചു, ശരി, 10,000 വോട്ടിന് പരാജയപ്പെട്ടു, എങ്കിലും ആ പേരവിടെ ഫ്ലോട്ട് ചെയ്തല്ലോ. അതുകൊണ്ട് പണമേറെയുള്ള ആളിനെ മത്സരിക്കാൻ പറ്റുന്ന ഒരു ചിന്ത. അപ്പോൾ ഇനി നോക്കൂ, ഇനി എന്താണ് ഈ പേയ്മെൻറ്റ് സീറ്റിൻ്റെ പിന്നിലെ UDFൻ്റെ LDFൻ്റെയും ഒരു ചിന്ത എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ നോക്കൂ, കേരള കോൺഗ്രസുകൾ 13 സീറ്റിൽ, 12 സീറ്റിലാണ് ആത്യന്തികമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിക്കുന്നത്. ഈ 12 സീറ്റുകളിലേക്കും ഏറ്റവും യോജിച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രഹേളിക തന്നെയാണ്. കാരണം ഈ മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന പലരും ഒരേ മേഖലയിലാണ്, അല്ലെ സെൻട്രൽ ട്രാവൻകൂർ മേഖലയിൽ ഉള്ള ആളുകളാവും. പക്ഷേ അവിടെയുള്ള സീറ്റുകൾക്ക് പുറമേയുള്ള തീർച്ചയായും ബലികേറാമലയാകുന്ന മറ്റ് സീറ്റുകളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള വിഭവസമാഹരണം കഴിയുന്ന ആളുകളെ തേടി നടക്കേണ്ടി വരും. അത് ജോസഫ് ഗ്രൂപ്പിനും അതേ കാര്യങ്ങൾ ബാധകമാണ്. പക്ഷേ കൃത്യമായി ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സീറ്റിൽ അർഹിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുക്കാതെ പണം മാത്രം പരിഗണനയിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്നു എങ്കിൽ തീർച്ചയായും അതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. അത് സദാചാരമാണ്, രാഷ്ട്രീയ സദാചാരത്തിൻ്റെ വിഷയമാണ്.
അപ്പോൾ ഇങ്ങനെ പഴി രണ്ടിടത്തും ഏറെ പഴി, ഒരുപക്ഷെ NDA മുന്നണിയിലും അതേ പഴി കേൾക്കുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ടൈറ്റ്ലി കോൺടെസ്റ്റഡ് മത്സരത്തിൽ തീർച്ചയായും പണം ഒരു ഘടകമായി വരും. പ്രത്യേകിച്ച് അവസാന നിമിഷങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിലോട്ട് പോകുന്നതിൻ്റെ അവസാന മണിക്കൂറുകളിൽ ചെലവാക്കപ്പെടുന്ന പണം കൃത്യമായി എത്തേണ്ട ഇടത്ത് എത്തിയെന്ന് ഉറപ്പുവരുത്താൻ തക്ക ഒരു സംവിധാനം കൂടി വേണം. അവിടെയാണ് പണം ഒരു വലിയ ഫാക്ടറായി മാറുന്നത്. അതുകൊണ്ടാണ് LDF UDF സംവിധാനങ്ങൾ ഇത് കണ്ണടയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ പോലും എൻ്റെ വിശ്വാസത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ CPMൻ്റെ ഒരു സ്ഥാനാർത്ഥി ഈ പേയ്മെൻറ്റ് സീറ്റിൽ വന്നു എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ കാഞ്ഞിരപ്പള്ളി സീറ്റിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ പൂഞ്ഞാർ സീറ്റിനെ കുറിച്ച്, കാഞ്ഞിരപ്പള്ളിയിൽ ഒരുപക്ഷെ ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ റോണി കെ ബേബി കോൺഗ്രസിന് അതെങ്ങനെയാണ് പേയ്മെൻറ്റ് സീറ്റ് ആവുക? കാഞ്ഞിരപ്പള്ളിയില്ല കേട്ടോ, പൂഞ്ഞാറും അല്ലല്ല, കാഞ്ഞിരപ്പള്ളി അദ്ദേഹം പറഞ്ഞു റോണി കെ ബേബിയാണ് അവിടെ സ്ഥാനാർത്ഥി കോൺഗ്രസ്. റോണി കെ ബേബി എങ്ങനെയാണ് പേയ്മെന്റ് സീറ്റ് വരിക? അദ്ദേഹം കൃത്യമായി പിന്നെ ഒരു ഐഡന്റിറ്റി ഉള്ള റോണി കെ ബേബിയുടെ കാര്യമല്ല പറഞ്ഞത്, ലിസ്റ്റിൽ മറ്റൊരു പേരായിരുന്നു. പ്രഖ്യാപിച്ചത് റോണി കെ ബേബിയാണ്, മറ്റൊരാളുടെ പേര് ഏതോ ജിജി അല്ലേ? അല്ല, പ്രഖ്യാപിക്കപ്പെട്ടത് റോണി കെ ബേബിയാണ്. അദ്ദേഹം ചാനൽ ഡിബേറ്റുകളിലൊക്കെ കോൺഗ്രസിനെ പ്രതിനിധിച്ച് വരുന്ന ഒരു വ്യക്തിത്വമാണ്. ശരിയാണ്, അത് കാഞ്ഞിരപ്പള്ളി പേയ്മെന്റ് സീറ്റ് ഒന്നുമല്ല. എനിക്കറിയാം. അതെ, ശ്രീ പണിക്കർ, ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വന്ന് അവസാനം LDFന് സ്ഥാനാർത്ഥികളെ തേടി പോകേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടായിരിക്കുകയാണ്. 4 സീറ്റിൽ ഇനി പ്രഖ്യാപനം ബാക്കിയുണ്ട്. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല. സുധീർ കരമനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ വള്ളിക്കുന്ന് ഇല്ല, താനൂരിൽ അവിടെ പ്രഖ്യാപിച്ച അബ്ദുറഹ്മാൻ അവിടെ മത്സരിക്കില്ല എന്നതുകൊണ്ട് തിരൂരിലേക്ക് പോയി. പിന്നെ ഒരു മണ്ഡലം കൂടി അല്ലേ, കാസർഗോഡാണെന്ന് തോന്നുന്നു, ഒരു മണ്ഡലത്തിൽ കൂടി, അങ്ങനെ 4 മണ്ഡലത്തിൽ ഇനി പ്രഖ്യാപിക്കാൻ ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ നമ്മളിതിൻ്റെ ഒരു ശരിയായൊരു ട്രൂ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ CPM ഈ 10 വർഷത്തെ ഭരണത്തിന് ശേഷവും അതിശക്തമായിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആരും ഒരു സ്വീപ്പിംഗ് വിക്ടറി UDFന് കിട്ടുമെന്ന് പറയുന്നില്ല. ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയുന്നത് പോലെ 100 സീറ്റ് UDFന് കിട്ടും എന്ന് റിയലിസ്റ്റിക്കലി ആരും തന്നെ കരുതുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ CPM വളരെ ശക്തമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ നമ്മളിതൊക്കെ പറയുന്ന സമയത്തും ഇപ്പോൾ കാസർകോട്ടെ സീറ്റിൻ്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിലെ സീറ്റിൻ്റെ കാര്യമാണെങ്കിലും ഭരണത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 71 സീറ്റാണ് വേണ്ടത്. ഇപ്പോൾ UDF ഭരണത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ 71 സീറ്റ് അവർ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് UDFൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കീറാമുട്ടി. അവരുടെ നിലവിലുള്ള സീറ്റുകളിൽ ഒന്നുപോലും പോകാതെ അതിനെ UDF നിലനിർത്തുന്നതിനോടൊപ്പം പുതുതായിട്ട് 30 സീറ്റുകൾ കൂടി അവർ നേടുകയും വേണം. സത്യത്തിൽ ഈ പുതുതായിട്ടുള്ള 30 സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന് പറയാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? ഇന്ന 30 സീറ്റുകൾ UDFന് കിട്ടും എന്ന രീതിയിലത്തേക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന സീറ്റുകളില്ല. അതിൽ പല സീറ്റുകളിലും LDF വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ ഭരണത്തിനെതിരെയുള്ള വികാരം ആ കാര്യത്തിനെ ഒരു പൊതുവികാരമായി മാറി അതിനെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലേക്ക് പോയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന 100 സീറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ റിയലിസ്റ്റിക്കലി പോസിബിൾ ആവുകയുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു വകുപ്പിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ മൊത്തത്തിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തന്നെ ഇന്ന MLA നമുക്ക് പരാജയപ്പെടുത്താം എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം ആൾക്കാർ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അത് ആ MLAയുടെ ആ മണ്ഡലത്തിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ലിങ്ക് ചെയ്തിരിക്കുന്ന ഘടകങ്ങളാണ്. നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 50 സീറ്റിന് മുകളിലേക്ക് കിട്ടാനായിട്ട് LDFന് വലിയ പ്രയാസമൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. പലപ്പോഴും ഈ UDFന്റെ ആത്മവിശ്വാസത്തിന്റെ ഒരു ഘടകമായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നത് തന്നെ ഈ കഴിഞ്ഞിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന മുന്നേറ്റമാണ്. പക്ഷേ ആ മുന്നേറ്റത്തിനെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു 140 അസംബ്ലി മണ്ഡലങ്ങളുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാപ്പിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ LDFന് അപ്പോഴും 62 സീറ്റുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അതായത് കനത്ത തിരിച്ചടി നേരിടുന്നു എന്ന് പറയപ്പെടുമ്പോഴും 62 അസംബ്ലി മണ്ഡലങ്ങൾ LDFന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് വെച്ചാൽ അവരുടെ പ്രധാനപ്പെട്ട നമ്മൾ ഈ പറയുന്ന അധികായന്മാരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത 9-10 സീറ്റ് എന്നൊക്കെ പറയുന്നത് അവർക്ക് നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും വലിയ ആന്റി ഇൻകംബൻസിയെ പറ്റി പറയുമ്പോഴും ഈ ദുർഭരണം മാറട്ടെ എന്ന രീതിയിലത്തേക്കുള്ള പ്രചരണം വരുന്ന സമയത്തും LDFന് ഞങ്ങളല്ലാതെ മറ്റാര് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മുദ്രാവാക്യം ഒരു പൊളിറ്റിക്കൽ സ്ലോഗനായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നത് തന്നെ ഈ ഒരു ആത്മവിശ്വാസമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ UDFനെ സംബന്ധിച്ചിടത്തോളം അതിൽ വിശ്വസിക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ മുസ്ലിം ലീഗിന് സൗത്തിലേക്ക് അവർ സീറ്റ് ചോദിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് നിലവിലുള്ള കുറേയധികം ഇക്വേഷൻസിനെ സാമുദായികമായിട്ടാണെങ്കിലും പ്രാദേശികമായിട്ടുമാണെങ്കിലും അവർ തന്നെ നേരത്തെ തന്നെ ഒരു ധാരണയിലെത്തിയിരിക്കുന്ന പല ഇക്വേഷൻസിനെയും ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗം LDFന് നേരത്തെ ഉണ്ട്. നേരത്തെ തന്നെ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത് എന്താണ്, PK കുഞ്ഞാലിക്കുട്ടി കേന്ദ്രത്തിൽ നിന്ന് രാജിവെച്ച് ഇവിടെ വരുന്നത് മുഖ്യമന്ത്രിയാകാനാണ് എന്നാണ്.
ഇപ്പോൾ വീണ്ടും പറയും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച്, ഈ മുസ്ലിം ലീഗ് വലിയ പിടിമുറുക്കുന്നതിനെ കുറിച്ച് ഒക്കെ തന്നെ പിന്നീട് ഇനി വരുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ട വാറാണ്. അപ്പോൾ അത് നടക്കും. അപ്പോൾ അതിൽ എവിടെയാണ് ഇതിനെ സർവൈവ് ചെയ്യാനായിട്ട് UDF-ന് സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UDF ഉറപ്പായിട്ടും ഉള്ള കാര്യങ്ങളെ നിലനിർത്തി, ഉള്ള സീറ്റുകളെ നിലനിർത്തിയിട്ട് പുതിയ 30 സീറ്റിനെ കണ്ടെത്തുന്നത് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ബാലികേറാമലയാണ്. ഇതിൽ തന്നെ BJP-യും കോൺഗ്രസും തമ്മിൽ, അല്ലെങ്കിൽ BJP-യും UDF-ഉം തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന ചുരുക്കം ചില സീറ്റുകളുണ്ട്. BJP-ക്ക് ജയസാധ്യതയുള്ള, BJP അതിശക്തമായി 2ാം സ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ എന്ത് തരത്തിലുള്ള നിലപാടാണ് CPM സ്വീകരിക്കുക എന്നതിനെക്കുറിച്ച് രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിവിടെ പേയ്മെന്റ് സീറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു, പക്ഷേ പേയ്മെന്റ് സീറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് പാലക്കാട് സീറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ ആലോചിച്ച് നോക്കൂ. പാലക്കാട് സീറ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലത്തേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സരിൻ എന്ന സ്ഥാനാർത്ഥി UDF-ൽ നിന്ന് വിട്ടുവന്നിരിക്കുന്നയാൾ തൻ്റെ പാർട്ടിയുടെ വോട്ട് വർദ്ധിപ്പിച്ചു, പരാജയപ്പെട്ടെങ്കിലും തൻ്റെ പാർട്ടിയുടെ വോട്ട് വർദ്ധിപ്പിച്ച ഒരു സീറ്റിൽ അങ്ങനെ തെളിയിച്ചിരിക്കുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പാസ്സായ സരിന് ഇത്തവണ സീറ്റില്ല. പകരം പാലക്കാട് പോലെ അതിശക്തമായിട്ടുള്ള LDF പൊളിറ്റിക്സ് ഉള്ള ഒരു ജില്ലയിലേക്ക് അവർക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയത് NMR റസാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഞാൻ ചോദിക്കുന്നത്, NMR റസാഖ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ മാധ്യമങ്ങളോ മറ്റുള്ള രാഷ്ട്രീയക്കാരോ നിരീക്ഷകരോ ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് പേരിലേക്ക് വന്നിരുന്നയാളാണോ? അതിലപ്പോൾ കോൺഗ്രസിന് അവിടെ ആരോപണം ഉന്നയിക്കുവാൻ ഒരു സാവകാശവും കിട്ടിയിട്ടുണ്ട്. ഇത് BJP-യും CPM-ഉം തമ്മിലൊരു ഡീലാണ് എന്ന്. പാലക്കാട് സീറ്റ് BJP-ക്ക് വാങ്ങിക്കൊടുക്കുവാനും പകരം മറ്റു ചില മണ്ഡലങ്ങളിൽ CPM-നെ BJP സഹായിക്കും, അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ. ശ്രീ മഞ്ജുഷ്, ഞാൻ അതിൽ കരുതുന്നത് ഇനി അങ്ങനെ ഒരു ഡീൽ ഇല്ല എന്ന് കരുതിക്കോളൂ. ഡീൽ ഇല്ല എങ്കിലും അത് 100% CPM-ന് ഗുണപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അവരതിനു വേണ്ടിയിട്ട് BJP-യുമായിട്ട് ഒരു ഡീലിലേക്ക് പോകേണ്ടുന്ന കാര്യം പോലും ഇല്ല. ഇപ്പൊ 2 സീറ്റ് നോക്കിക്കോളൂ, ഒന്ന് മഞ്ചേശ്വരവും മറ്റൊന്ന് പാലക്കാട്. മഞ്ചേശ്വരത്ത് BJP-യും ലീഗും തമ്മിലാണ് മത്സരം. അവിടെ CPM ഒരു പ്ലെയറേ അല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ പിന്നെ ഈ ട്രഡീഷണൽ പൊളിറ്റിക്സ് വെച്ചിട്ട് നമ്മളിവിടെ BJP വിരുദ്ധ രാഷ്ട്രീയമാണ്, അസംബ്ലിയിൽ BJP സ്ഥാനാർത്ഥി, BJP-യുടെ MLA ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ഇവർ പ്രസംഗിക്കുമെങ്കിലും സത്യത്തിൽ അവിടെ ഒരു BJP സ്ഥാനാർത്ഥി അസംബ്ലിയിൽ വരുന്നത് UDF-ന് കിട്ടേണ്ടുന്ന ഒരു സീറ്റിനെ കുറച്ചുകൊണ്ടാണ് എങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് CPM-ന് ഗുണമാണോ ദോഷമാണോ? അപ്പോൾ ഒരു തരത്തിലുള്ള ധാരണ ഇല്ല എങ്കിലും സത്യത്തിൽ അവിടെ K. സുരേന്ദ്രൻ ജയിക്കട്ടെ എന്ന് CPM-കാർ ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അത് UDF-ന്റെ ഒരു സീറ്റിനെ കുറയ്ക്കുകയാണ്. പാലക്കാട് ഇതേപോലെ തന്നെ ഞാൻ പറയുന്നു, പാലക്കാട് ഇതേപോലെ തന്നെ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇല്ല എങ്കിലും അവിടെ ശോഭാ സുരേന്ദ്രനാണ് ജയിക്കുന്നതെങ്കിൽ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിന് നഷ്ടപ്പെടുക. ഞാൻ പറഞ്ഞ 2 സീറ്റ് അവിടെ കുറയ്ക്കുക എന്ന് പറയുന്നതിന് ഒരു തരത്തിലുള്ള എഗ്രിമെന്റും ഇല്ലാതെ വേണമെങ്കിൽ CPM-ന് തീരുമാനിച്ച് സ്വന്തമായിട്ട് നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ചെറുതായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധാരണയുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ ഇവിടെ പാലക്കാട് സത്യത്തിൽ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പാലക്കാട്ടിലെ CPM സ്ഥാനാർത്ഥി ആരാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ നമ്മൾ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റി പറയേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ വിമർശിച്ചല്ലോ, 2020 നമ്മൾ കണ്ടിട്ടില്ലാത്ത സെലിബ്രിറ്റികളായിട്ടുള്ള കുറേയധികം ആൾക്കാരെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് 2020ക്ക് അത് അഫോർഡ് ചെയ്യാം. കാരണം 2020യെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ വിഷയത്തിൽ എന്താണ് അവരുടെ നിലപാട്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലേക്കുള്ള നിലപാട് എന്നുള്ള ഒരു പോളിസി പോലും അവർ ഫോം ചെയ്തിട്ടില്ല. ഡെവലപ്മെന്റ്, വെൽഫെയർ എന്നുള്ള രീതിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അതിനെ വിട്ടേക്കൂ. പക്ഷെ CPM അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള CPM-ൽ നിന്ന് വന്നിരിക്കുന്നത് NMR റസാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ അവിടെ ചിന്തിക്കുന്നത് എന്തായിരിക്കും, അവിടെയുള്ള മുസ്ലിം വോട്ടുകളെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് BJP-ക്ക് ഗുണമാണോ കോൺഗ്രസ്? ശ്രീ ആയുർബിജു, അങ്ങനെ ഇതിപ്പോൾ BJP വിരുദ്ധത പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയാണ്. പാലക്കാട് അതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. അല്ല, പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്ക് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. 140 സീറ്റുള്ള ഒരു സംസ്ഥാനത്ത് ഞങ്ങൾ 100 സീറ്റ് മേടിക്കും എന്ന് പറയുന്ന ഒരു ബുദ്ധിശൂന്യത അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകത്തില്ല. പണ്ട് നമ്മുടെ ശ്രീരാമന് വനവാസം പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഇന്ന് ആ വനവാസം ഒന്നും കൂടി പ്രഖ്യാപിക്കുകയാണ്. ഇനി ബഹുമാനപ്പെട്ട ആനന്ദ് കൊച്ചുകൂടി ഒരു കാര്യം പറഞ്ഞു, പുനലൂർ പോലുള്ള സീറ്റ് ലീഗിന് കൊടുക്കാതെ കോൺഗ്രസിന് കൊടുത്താൽ. സാർ, നിങ്ങൾ ഈ പുല്ലൂരിൻ്റെ ചരിത്രം ആലോചിക്കണം. ഞാൻ പുല്ലൂർ നിയോജക മണ്ഡലത്തിൽ വരുന്ന ഒരാളാണ്. പണ്ട് ഭാരതീപുരം ശശിയും ജോൺസൺ എബ്രഹാമും ഒക്കെ മത്സരിച്ചപ്പോൾ 85,000 90,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ചെറിയ മാതിനല്ല പരാജയം. നിങ്ങൾ ആ ചരിത്രം ഒന്ന് നോക്കിക്കോ. ഭാരതീപുരം ശശിയൊക്കെ നിലം തൊടാതെ പോയെ. KPC സെക്രട്ടറി ജോൺസൺ എബ്രഹാം, പുല്ലൂർ മധു ഒരിക്കൽ ജയിച്ചു, പിന്നെ പരാജയപ്പെട്ടു. അവിടെയൊന്നും നിങ്ങൾ ഈ പറയുന്ന തള്ളൊന്നും തള്ളിയാൽ അവിടെ കോൺഗ്രസ് ജയിക്കത്തില്ല. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം പറഞ്ഞു, ഘടകകക്ഷികൾക്ക് സീറ്റ്. സാർ, 140 മണ്ഡലങ്ങളിൽ
ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ധൈര്യം കോൺഗ്രസിനുണ്ടോ? ഒരു ഘടകകക്ഷിയും വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാം. ലീഗിൻ്റെ സീറ്റുകൾ അവിടെ കൊടുക്കുന്നു. സമാനമായി ലീഗിന് ഞാൻ ചോദിക്കട്ടെ, വയനാട്ട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവരെ ദേശീയ നേതാക്കന്മാർ വന്ന് മത്സരിക്കുമ്പോൾ അവിടെ ലീഗിൻ്റെയും കൂടി സഹായത്തിലാണ് ജയിക്കുന്നത്. അതിന് സമാനമാണ് മറ്റ് മണ്ഡലങ്ങളിൽ അവർക്ക് സീറ്റുകൾ കൊടുക്കുന്നത്. അപ്പം മഞ്ചേശ്വരത്തോ അല്ലെങ്കിൽ പാലക്കാടോ അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ കൊടുക്കുന്ന ആനുപാതികമായി കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് സീറ്റുകൾ കൊടുക്കുന്നു. കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ മറ്റൊരു ഉയർന്നു വന്ന ഒരു പ്രധാന വിഷയം, ഏതൊക്കെയോ സീറ്റുകളിൽ പേയ്മെൻറ്റ് സീറ്റുകൾ എന്ന നിലയിൽ അതിൽ ആദ്യം തന്നെ മഞ്ജുഷ് പറഞ്ഞ കാര്യത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിച്ച് സംസാരിച്ചത്. ഞാൻ ആ പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുന്നു, അതിന് പ്രിയപ്പെട്ട മോഹൻ വർഗീസ് സാറ് ഒരു കാര്യം പറഞ്ഞു. വളരെ സരസമായി വിഭവ സമാഹരണം, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അങ്ങനെയാണ്, നല്ല വാക്കാണ്, നല്ല വാക്കാണ്. അതെ, സരസമായി ഉപയോഗിച്ചൊരു വാക്കാണെങ്കിൽ പോലും സാർ ഞങ്ങൾക്ക് വിഭവത്തിന് ഒരു കുഴപ്പമില്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർക്ക് ഞങ്ങളുടെ കയ്യിൽ ഫണ്ടുണ്ടെന്നേ, ആവശ്യമായ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ അവർക്ക് കൊടുക്കാനുള്ള തുകകൾ കൃത്യമായി ഞങ്ങളുടെ പാർട്ടി ഫണ്ടിലുണ്ട്. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് അതിനുവേണ്ട പൈസകൾ പിരിച്ച് നാണയത്തുട്ടുകളായി രൂപകളായി പിരിച്ച് ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കതുകൊണ്ട് ഒരു വിഭവ സമാധാനത്തെ കാര്യമില്ല. പിന്നെ ചില മണ്ഡലങ്ങളിൽ ചില അടവ് നയങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇന്നയാൾ നിന്നാൽ ജയിക്കും. ഉദാഹരണം പിറവത്ത കാലാകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ ചെയർമാനായ മുനിസിപ്പൽ ചെയർമാനായ ഒരു വ്യക്തിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി. അത് ആ സ്ഥാനാർത്ഥിയുടെ മഹിമയാണ്. ആ സ്ഥാനാർത്ഥി നിന്നാൽ വിജയിക്കാൻ പറ്റും, വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന നിലയിലാണ് അവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തിയത്. ചാലക്കുടിയിലും മറ്റും ഞങ്ങൾ പെരുമ്പാവൂരും കഴിഞ്ഞ വർഷം ചാലക്കുടി കഴിഞ്ഞ തവണയുണ്ട് 2000 വോട്ടിനാണ് തോറ്റത്. ചാലക്കുടി ഒഴിവാക്കി. പെരുമ്പാവൂർ 1000 ആ വോട്ടുകൾ മത്സരിച്ച് തോറ്റ ഒരു സ്ഥാനത്ത് ഞങ്ങൾക്ക് അല്പം കൂടി പുതുമയുള്ള സ്ഥാനാർത്ഥി, ആ നാട്ടിലെ ജനങ്ങൾ അറിയുന്ന ആ സീറ്റുകളെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ മത്സരിച്ചു. അവിടെ ഒരു പേയ്മെൻറ്റും ഇല്ല, അവിടെ ഒരു വിഭവ സമാഹരണവും ഇല്ല. ഞങ്ങൾ കേരള കോൺഗ്രസ് താങ്കൾക്കറിയാലോ, കേരള കോൺഗ്രസ് പാർട്ടി പണ്ടേ കായൽ രാജാക്കന്മാരുടെയും റബ്ബർ കർഷകരുടെയും പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരത്തിൽ വിഭവം സമാഹരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടി ഫണ്ടിൽ ആവശ്യമുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്. വേണ്ടി വന്നാൽ ഏത് സ്ഥാനാർത്ഥിയെ സഹായിക്കാനും ഞങ്ങൾക്കാകും. അതുകൊണ്ട് പിന്നെ ഘടകകക്ഷികളെ അത്തരത്തിൽ താങ്കൾ ഇനി ഒരു ചർച്ചയിലും അപമാനിക്കരുത്. കാരണം മഞ്ജുഷേ, അല്ല, അതൊരു അവമാനമാണ്, വലിയൊരു അവമാനമാണ്. ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച്, ഞാൻ ഈ ചർച്ചയിലിരിക്കുമ്പോൾ ഞാനൊരു ഘടകകക്ഷിയുടെ ആളാണ്. ഒരു പ്രധാനമായ കാര്യമുണ്ട്, ഘടകകക്ഷികളില്ലാത്ത ഒരു മുന്നണി കേരളത്തിലില്ല. NDA ആയാലും ഇടതുപക്ഷമായാലും UDF ആയാലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തൻ്റെ ഇടമുള്ള ഏത് പാർട്ടിയുണ്ട്? ഒരു പാർട്ടിയുമില്ല. താങ്കൾ കോൺഗ്രസിനോട് മത്സരിക്കാവോ എന്ന് ചോദിച്ചു. ആർക്കും അതിനുള്ള തൻ്റെ ഇടമില്ല. ശരി, താങ്കൾ പറഞ്ഞ് തിരുത്തുന്നുണ്ടോ? ഇപ്പോൾ ആയുർ ബിജു പറയുന്ന അങ്ങനെ ഒരു വിഭവ സമാഹരണം ഒന്നും കേരള കോൺഗ്രസിൽ നടന്നിട്ടില്ല എന്ന്. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. വീണ്ടും അവിടേക്കാണ് താങ്കൾ പോകുന്നത്. ഞാൻ ആദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ താങ്കൾ തന്നെ വേണം, അല്ലെങ്കിൽ ഒരു തെളിവ് നിങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കും. വിഭവസമാഹരണമാണ് വിഷയമെങ്കിൽ പണം ഒരു വിഷയം തന്നെയാണ്. യഥാർത്ഥത്തിൽ പാർട്ടികൾ കേരളത്തിൽ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നു. ദേശീയ പാർട്ടികൾക്ക് ഒരുപക്ഷെ ഫണ്ടെത്തിക്കാൻ കഴിയും. CPM-ന് തീർച്ചയായും അവരുടേതായ ഒരു രീതിയുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം പണം വലിയൊരു വിഷയമല്ല. പക്ഷേ ചെറിയ പാർട്ടികൾക്ക് അത് വിഷയം തന്നെയാണ്. ആ ഒരു പണം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പല പേരുകളിൽ അത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിലാണത് പറയുകയും ചെയ്തത്. ഇത് നോക്കൂ, അതിനൊരു യഥാർത്ഥ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഒന്ന് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിതാണ്, എങ്ങനെയാണ് 40 സീറ്റിൽ നിന്നും 41 സീറ്റ്, ഇപ്പോൾ 41 സീറ്റിൽ നിന്നും UDF-ന് 71 എന്ന മാജിക് നമ്പറിലേക്ക് ആകാൻ കഴിയുക? അതിനർത്ഥം ഇടതുപക്ഷത്തിൻ്റെ 30-31 സിറ്റിംഗ് സീറ്റുകളിൽ UDF ജയിച്ചു വരണം. അത് മാത്രം പോരാ, 40-41 സീറ്റുകൾ നിലവിലുള്ളത് അതുപോലെ നിലനിർത്തുകയും വേണം. അപ്പോൾ അത്ര ലളിതമായ ഒരു കാര്യമല്ല. അതാണ് ഒരു അർത്ഥം, ഒരു ഡയമെൻഷൻ. പക്ഷെ മറ്റൊരു ഡയമെൻഷൻ കൂടി കാണാതെ പോകരുത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ UDF-നുള്ളിൽ ഏറെ കലഹമുണ്ടായിരുന്ന, ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കലഹമുണ്ടായിരുന്ന വർഷമാണ് 2001. അന്ന് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചരിത്രത്തിലെ
ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ, അതായത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഞാൻ കൂട്ടുന്നില്ല, അല്ലാത്ത തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം 100 സീറ്റ് 101 സീറ്റാണെന്നോ 101 സീറ്റുമായി AK ആൻ്റണി മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ വൻപൻ പൊട്ടിത്തെറി എന്ന് നടന്നു. 5 സീറ്റുകൾ K കരുണാകരൻ കലാപക്കൊടി ഉയർത്തി. മാലിയത് സർലാദേവി ഉൾപ്പെടെ ആറന്മുള മണ്ഡലത്തിൽ ഉൾപ്പെടെ 5 പേർക്ക് സ്ഥാനാർത്ഥിത്വം നൽകണം. കോടോത്ത് ഗോവിന്ദൻ, എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആളുകളാണ്. 5 പേർക്ക് സ്ഥാനാർത്ഥിത്വം നൽകണം. ഈ 5 പേരുടെ ഗൺ പോയിന്റിൽ പിടിച്ചു വാങ്ങി മത്സരിച്ചു. ചിലരൊക്കെ ജയിക്കുകയും ചെയ്തു. അന്ന് 101 സീറ്റുകൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി ഒക്കെ അവസാനം ഇതെല്ലാം ചേർന്ന് ചക്കയും ചക്കനും ഒരുപോലെ ആകുന്ന ഒരു കാഴ്ചയാണ്. അതിന് 20 ദിവസം മതിയാകുമോ എന്ന് മാത്രമാണ് ഇപ്പോൾ നോക്കാനുള്ളത്. മറുപക്ഷത്തെ ഇടതുപക്ഷത്തെ ഏറെ കാര്യങ്ങൾ ചോർച്ച പരിഹരിക്കാനുണ്ട്. ഇടതുപക്ഷവും കോൺഗ്രസും ഒരേ വിഷയത്തെ കൈകാര്യം ചെയ്ത് 2 രീതിയിലാണ്. തർക്കമുണ്ടായി. സീറ്റ് വിഭജന കാര്യത്തിൽ തർക്കമുണ്ടായി. സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിലും അല്ലെങ്കിൽ മോഹിക്കുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്ന കാര്യത്തിലും 2ഇടത്തും തർക്കമുണ്ടായി. CPM നെഗ്ലക്റ്റ് ചെയ്ത് ആ വിഷയം അഡ്രസ്സ് ചെയ്തതേയില്ല. സുധാകരൻ്റെ വിഷയം അഡ്രസ്സ് ചെയ്തതേയില്ല. ആദ്യം മുതൽ തന്നെ പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന മട്ടാണ്. ഒരു രീതിയിലും ഈ TK ഗോവിന്ദൻ്റെ വിഷയം അഡ്രസ്സ് ചെയ്തില്ല. അതുപോലെ കുഞ്ഞികൃഷ്ണൻ്റെ വിഷയം അഡ്രസ്സ് ചെയ്തില്ല. PK ശശിയുടെ വിഷയം അഡ്രസ്സ് ചെയ്തില്ല. അവരെ ചേർത്ത് പിടിക്കാനും കൂടെ നിർത്താനും ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളെ നടത്തിയില്ല. ഒരു പക്ഷേ അത് CPMൻ്റെ ഒരു ആത്മവിശ്വാസം കാട്ടുന്ന കാര്യമാണെന്ന് വേണമെങ്കിൽ അത് പോസിറ്റീവായി കണ്ടാൽ. പക്ഷേ മറുവശത്തെ കോൺഗ്രസ് ട്രൈ ടു അഡ്രസ് ദ ഇഷ്യൂ. ദർ വാസ് ആൻ ഇഷ്യൂ. അത് പ്രത്യയശാസ്ത്രപരമൊന്നും ആയിരുന്നില്ല. സുധാകരൻ ഉയർത്തിയ വിഷയം അദ്ദേഹത്തിന് മത്സരിക്കണം, അദ്ദേഹത്തിന് മന്ത്രിയാകണം, പ്രായമേറെയായി, ഇനി അടുത്ത 5 വർഷം UDF മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി ഇരിക്കണം, ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെ ഐഡിയോളജിയേ ഇല്ല. അതിനകത്തൊരു ഇഷ്യൂവിനൊരു മെറിറ്റ് ഇല്ല. പക്ഷെ അതുണ്ടാക്കി വെച്ച പുലിവാല് ഹൈക്കമാൻഡ് വിചാരിച്ച് അത് പരിഹരിക്കാൻ കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നു. അത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇടതുപക്ഷത്തിന് ഇല്ലാതെ പോയ ആ ഒരു ആർജവം, ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ് ഓഫ് ഒരുപക്ഷെ അയൺ ഹാൻഡ് ഒരുപക്ഷെ ഓഫറുകൾ ഉണ്ടാവാം. നമ്മളൊന്നും അറിയാത്ത, ശ്രീ മഞ്ജുഷ് താങ്കൾക്കും എനിക്കും ഒന്നും ഇവിടെ പാനലിരിക്കുന്ന ആർക്കും അറിയാൻ വയ്യാത്ത ചില ഓഫറുകൾ സുധാകരൻ കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഓർക്കുക, സുധാകരൻ എന്ത് ഓഫർ കൊടുത്താലും ഇനി എന്താണ് കിട്ടാനുള്ളത്? KPCC പ്രസിഡന്റ് സ്ഥാനം ഇനിയില്ല, മന്ത്രിസ്ഥാനം ഇനിയില്ല, പിന്നെ 3 വർഷമെങ്കിലും കഴിയാതെ അടുത്തൊരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും വരാനില്ല. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് പ്രായവും അനുകൂലമല്ല. അപ്പോൾ എന്ത് ഓഫർ കൊടുത്താലും പ്രത്യേകിച്ച് ഇനി കാര്യമൊന്നുമില്ല. അതുകൊണ്ട് മുറിവേറ്റ സിംഹമൊക്കെ തന്നെയാണ്. സിംഹമാണ്, അല്ലെങ്കിൽ സിംഹമായിരുന്നു, മുറിവേറ്റു, പക്ഷേ കാര്യമായി ഒന്നും ശരി. അതേസമയം ഇടതുപാളയത്തെ 4 പേര്, ഈ വിമതരായ 4 പേർക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവർ ജയിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും UDF വെച്ച് പുലർത്തുന്നുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അത് സതീശൻ പറയുകയും ചെയ്തിട്ടുണ്ട്. 4 സ്വതന്ത്രർക്ക് പിന്തുണയാണല്ലോ നൽകിയിരിക്കുന്നത്. സുധാകരന് പിന്തുണയുണ്ട്, കുഞ്ഞികൃഷ്ണന് പിന്തുണയുണ്ട്, ഗോവിന്ദന് പിന്തുണയുണ്ട്, PK ശശിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇവർ ഒപ്പം നിൽക്കും, ജയിച്ചു വന്നാലും എന്നുള്ള പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത് UDF ക്യാമ്പ്. അല്ല, ഈ 4 പേരെ കൂടാതെ സുരേഷ് ഉണ്ട്. അദ്ദേഹം കോൺഗ്രസ് ചിഹ്നത്തിലാണ് നിൽക്കുന്നത് എന്നത് കൊണ്ട് അദ്ദേഹം കോൺഗ്രസ് ആയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ മലമ്പുഴയിൽ വളരെ എന്താ പറയുന്നത്, അവിടുത്തെ പല വളരെ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾ അവിടെ കോൺഗ്രസ്സിന് പണ്ടുണ്ടായിരുന്ന ഒരു വോട്ടുകൾ കുറെ ചോർന്ന് BJPയിലേക്ക് പോയതിന് ശേഷം ഇപ്പോൾ കൈപ്പത്തി ചിഹ്നം കൂടി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഇപ്പോൾ തന്നെ ഒരു 3ാം സ്ഥാനത്താണ്. അപ്പോൾ കൈപ്പത്തി ചിഹ്നം കൂടി ഇല്ലെങ്കിൽ വളരെ ഈ നേമത്ത് 2016 ഉണ്ടായ ഒരു അവസ്ഥ ഉണ്ടാകും എന്ന ഭയപ്പാടിലാണ് അവിടെ കോൺഗ്രസ്സുകാർ അതൊരു പ്രശ്നമുണ്ടാക്കുകയും സുരേഷിനെ ഒരു കോൺഗ്രസിൻ്റെ ഷോളണിയിച്ച് അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരനായി മാമോദീസ മുക്കുകയും ഇപ്പോൾ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസ്സിന് ഈ പറഞ്ഞതുപോലെ 40 അല്ലെങ്കിൽ 50ൽ നിന്ന് ഇപ്പോൾ 40 ഉള്ളൂ. കഴിഞ്ഞ 2021 അത് 48 ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 70ലേക്ക് എത്തുക എന്നുള്ളത് ആ പോയിന്റ് വരുവാണെങ്കിൽ അത് UDFൻ്റെ മറ്റ് അലൈസ് അല്ലെങ്കിൽ മറ്റ് സഖ്യകക്ഷികളിൽ നിന്നൊന്നും അല്ല വരേണ്ടത്, അത് കോൺഗ്രസിൽ നിന്നാണ് വരേണ്ടത്. ആ കോൺഗ്രസിന് കാലാകാലങ്ങളായിട്ട്, അതായത് ഇവിടെ 1967 തെരഞ്ഞെടുപ്പിൽ ഒഴിച്ചാൽ 2016 വരെ കേരളത്തിൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകൾ അത് 2011 അല്പം കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. ആ ഒരു തോതിലേക്ക്, അല്ലെങ്കിൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന ആ സീറ്റുകൾ
അവർക്ക് കിട്ടിയാൽ അവർക്ക് അധികാരത്തിൽ വരാം. അത് ഏത് സീറ്റുകളാണെന്ന് ചോദിച്ചാൽ ഏത് സീറ്റും ആകാം. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ 4 നഗരത്തിലെ 4 മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദ് വന്നതിന് ശേഷം അത് ത്രികോണമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നേമം അവിടെ ശബരിനാഥൻ വന്ന സ്ഥിതിക്ക് അവിടെ പറയാൻ പറ്റില്ല, ആർക്കും ജയിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. വട്ടിയൂർക്കാവിൽ മുരളീധരനുണ്ട്, ആർക്കും ജയിക്കാം. അവിടെ മുരളീധരനൊരു എഡ്ജുണ്ട്, അല്ലെങ്കിൽ പ്രശാന്ത് ജയിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ CP ജോൺ, അദ്ദേഹം ജയിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ്. മറ്റ് 2 പേരുടെ പേരിലും കരമനയുണ്ട് എന്ന് വെച്ച് അവർ ജയിക്കണമെന്നില്ല. അപ്പോൾ ഈ 40 സീറ്റുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ ഉള്ള 20 സീറ്റുകളിൽ നിന്ന് 50 സീറ്റുകളെങ്കിലും 30 സീറ്റുകളല്ലേ, അത് 40 സീറ്റുകൾ വേണമെങ്കിൽ ജയിക്കാൻ പറ്റും. അത് അടുത്ത 20 ദിവസത്തിൽ അവരെങ്ങനെ പ്രചരണം നടത്തുന്നു, അവർക്ക് വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നുണ്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാഷണൽ ഹൈവേയിൽ ഒരു യാത്ര നടത്തി. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ഇവിടെ പിണറായി വിജയൻ്റെ ഫ്ലെക്സുകളും അവിടെ എവിടെയൊക്കെ ആയിട്ട് BJPയുടെ ഫ്ലെക്സുകളും മാത്രമേ ഉള്ളൂ. അല്ലാതെ കോൺഗ്രസിൻ്റെ ഫ്ലെക്സുകളൊന്നും ഞാൻ കണ്ടില്ല. കുറേയൊക്കെ PRD ഫ്ലെക്സുകളാണ്. അതൊക്കെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ ഇപ്പോൾ കോൺഗ്രസിന് കേസ് കൊടുത്താൽ ഇലക്ഷൻ കമ്മീഷൻ താഴെ ഇറക്കിക്കും. പക്ഷേ കോൺഗ്രസ്സുകാർ അതുപോലും ചെയ്യുന്നില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ പണത്തിൻ്റെ ആധിക്യം, CPMന് പണം പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്നു, BJPക്ക് പണത്തിൻ്റെ ഒരു കുഴപ്പവുമില്ല, അവർക്കെല്ലാം പണമുണ്ട്, കോൺഗ്രസിന് പണമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു എക്സ്ട്രാപോളേഷൻ അത് നടന്നാൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും താഴെത്തട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്, അതിനേക്കാൾ എപ്പോഴും ആ വോട്ടിൻ്റെ ശതമാനം, നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം, ഇപ്പോൾ നമ്മൾ ഈ പോളിങ്ങിനെ കുറിച്ച് പഠിച്ചാൽ, നമ്മൾ ഈ എക്സ്ട്രാപോളേഷൻ നടത്തുമ്പോൾ നിയമസഭയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സീറ്റുകൾ കൂടുകയേ ഉള്ളൂ, അത് ലോക്സഭയിലേക്ക് വരുമ്പോൾ വീണ്ടും കൂടുകയേ ഉള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഈ എന്താണ് അതിൻ്റെ സയൻസ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സതീശൻ പറയുന്ന 100 സീറ്റൊന്നും അത് ഈ അപ്രാപ്യമായ ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് തമാശ എന്താണ്, സതീശന് 100 സീറ്റ് കിട്ടിയാലും ചിലപ്പോൾ വനവാസത്തിന് പോകേണ്ടി വരാം. കാരണം ഇപ്പോഴത്തെ പട്ടികയിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ KC വേണുഗോപാലിൻ്റെ ആൾക്കാരാണ് മിക്ക ആൾക്കാരും. അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് അവിടെ നിന്ന് ഒരു ഹൈക്കമാൻഡിൻ്റെ മുന്നിലേക്ക് ചോദ്യം വരുമ്പോൾ 100 സീറ്റ് കിട്ടിയാലും ഇവിടെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും. ഈ തലയെണ്ണൽ പൊളിറ്റിക്സ് വരുമല്ലോ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആ MLA-മാരുടെ തലയെണ്ണൽ എന്നുള്ള കാര്യം കടന്നു വരികയും ചെയ്യും. ശ്രീജിത് പണിക്കർ, ഇപ്പോൾ സ്വതന്ത്ര ഒപ്പമുണ്ട് എന്നുള്ള ആത്മവിശ്വാസം സതീശൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് CPM വിമതരാണ്. ഇത് അസ്ഥാനത്തായ ഒരു ആത്മവിശ്വാസമാണോ? അവരെ ജയിപ്പിച്ചെടുക്കുവാൻ ഈ UDFന്റെ ഇപ്പോഴത്തെ ശക്തിക്ക് കഴിയുമോ ഇല്ലയോ? കാരണം ആ മണ്ഡലങ്ങൾ CPMന് അനുകൂലമായ മണ്ഡലങ്ങളാണ്, LDFന് അനുകൂലമായ മണ്ഡലങ്ങളാണ്. തീർച്ചയായിട്ടും അത് അവിടെ ഒന്നും തന്നെ ജയിപ്പിച്ചെടുക്കാനായിട്ട് പൂർണ്ണമായിട്ടും സാധിക്കുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ പൂർണ്ണമായിട്ടും ജയിക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉള്ള സാധ്യതയുള്ള സ്ഥലങ്ങളായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതും നമ്മൾ ഈ കണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത് അവിടുത്തെ സ്ഥാനമോഹികളായിട്ടുള്ള കോൺഗ്രസ്സുകാരിൽ നിന്നായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ ഏറ്റവും നല്ല ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ആൾക്കാരെയൊക്കെ തന്നെ പിന്തുണയ്ക്കുന്നതാണ്. അതിൽ തന്നെ ചില ആൾക്കാർ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പലരും എതിർക്കുന്നത്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ കേസ് നമുക്കറിയാം, അല്ലെങ്കിൽ ശ്രീ സുധാകരന്റെ കേസ് നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ചില ആശയങ്ങളിൽ നിന്നുള്ള CPMന്റെ ഒരു ഡൈവേർഷൻ ഉണ്ട്. ആ ഒരു ഡിറ്റോർ അവർക്ക് അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ PK ശശിയുടേത് അങ്ങനെയൊന്നുമല്ല. PK ശശിയൊക്കെ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. CPMൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഉയർത്തിയിരുന്ന തീവ്രത അടക്കമുള്ള കുറേ ആരോപണങ്ങൾ കോൺഗ്രസ് വിഴുങ്ങുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന അഴിമതി ആരോപണങ്ങൾ ഇവർ വിഴുങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഇവർ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളെല്ലാം തന്നെ PK ശശിയുടെ കാര്യത്തിൽ അവർ വിഴുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ഒരൊറ്റ വ്യത്യാസം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ പോലീസ് കേസും FIR ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ മറ്റേ കേസിൽ അങ്ങനെയില്ല, ശശിയുടെ കേസിൽ എന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ശശിയുടെ കേസിൽ പാർട്ടി നടപടി എടുക്കാത്തതിനെ അതിശക്തമായി വിമർശിച്ചവരാണ് UDF ക്യാമ്പ്. അപ്പോൾ അല്ല, അത് തന്നെയുമല്ല മഞ്ജുഷ്. അതായത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പോലീസ് കേസോ ഔദ്യോഗിക പരാതിയോ FIR ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് നടപടിയെടുത്തതാണ്. അന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിരുന്നത് എന്താണ്, നോക്കൂ FIR ഇല്ല, മറ്റൊന്നുമില്ല, മറിച്ചതൊന്നുമില്ല, ശശിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് പോലെ അല്ല എന്നൊക്കെ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിന് നടപടിയെടുക്കണമെങ്കിൽ കോൺഗ്രസിന് നേരത്തെ ശ്രീ സതീശൻ പറഞ്ഞതുപോലെ കടലിരുമ്പെന്നത് പോലെ പ്രതിഷേധം വന്നാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ FIR കാര്യങ്ങളോ നോക്കിയിട്ടല്ല.
അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത് എങ്കിൽ ശശിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാഡ് സ്റ്റിക്ക് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ശശിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ടായിരുന്നു, അവിടെ CPM-നുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഇന്നലെ ഉണ്ടായതുമല്ല, ദീർഘകാലമായിട്ട് അവിടെ പല ക്യാമ്പുകൾ ഉണ്ടായിരുന്നു, അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുകയാണ്. പിന്നെ ഈ 2001 കാര്യങ്ങളോ 2002 കാര്യങ്ങളോ പറഞ്ഞതുകൊണ്ട് മാത്രം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിലേക്ക് കോൺഗ്രസ് എത്തും എന്ന രീതിയിലത്തേക്കൊന്നും നമ്മൾ കരുതേണ്ടതില്ല. പൊളിറ്റിക്സ് ഒത്തിരി മാറിയിട്ടുണ്ട്. 2001 BJP പല സ്ഥലങ്ങളിലും ഒരു പ്ലെയറേ ആയിരുന്നില്ല. പക്ഷെ ഇന്ന് BJPക്ക് വലിയ രീതിയിലത്തേക്കുള്ള വോട്ടിംഗ് ശതമാനമുണ്ട്. അതവർ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം അവരുടെ കുഴപ്പമില്ലാത്ത ഒരു കാൻഡിഡേച്ചർ ലിസ്റ്റ് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ കുറേയധികം വോട്ട് പിടിക്കും. അപ്പോൾ അവർ വോട്ട് പിടിക്കുന്നത് ആർക്കാണ് ക്ഷീണമുണ്ടാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ 2001 എവിടെയെങ്കിലും 3-way ഫൈറ്റ് എന്ന രീതിയിലത്തേക്ക് നമ്മൾ പറയുന്നുണ്ടോ? പ്രത്യക്ഷമായിട്ട് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ, രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഫൈറ്റാണ്. പക്ഷെ ഇന്ന് പല മണ്ഡലങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 3-way ഫൈറ്റ് ആണ്. ഒരു 30-40 മണ്ഡലങ്ങളിൽ BJPക്ക് 30,000-ഓ 35,000-ഓ വോട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെ കോൺഗ്രസുമായിട്ട് നേരിട്ട് അവർ മത്സരിക്കുന്നതും CPM-ഉമായിട്ട് നേരിട്ട് മത്സരിക്കുന്നതുമായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ 2001 പോലെയുള്ള ഒരു 100 സീറ്റിലേക്കൊക്കെ തന്നെ ഇന്ന് ഒരു മുന്നണിക്ക് പോവുക എന്ന് പറയുന്നത് ഏറെക്കുറെ ബുദ്ധിമുട്ടുള്ള, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ശ്രീ ശ്രീജിത്ത് പണിക്കർ നന്ദി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശ്രീ ആയൂർ ബിജു, ശ്രീ മോഹൻ വർഗീസ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വിമതർ UDF-ന് ബുദ്ധിമുട്ടുണ്ടാക്കുമോ? ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് 35%, പ്രേക്ഷകർ ഇല്ല എന്ന് 61%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.